ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ലൈറ്റ് കൺട്രോൾ സെൻസർ സ്വിച്ച്. ഇതെന്താണ് സംഭവം? ഇതെന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ പലപ്പോഴും ചില വീടുകളിൽ ഈ ഒരു കാഴ്ച കാണാറുണ്ട്. പകൽ സമയത്തും കത്തിക്കിടക്കുന്ന ബൾബുകൾ. സംഭവം ഇതൊരു സൂത്രവിദ്യയാണ്. അതായത് ചിലപ്പോൾ ആ വീട്ടിൽ ആളുകൾ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ കള്ളന്മാരെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ബൾബ് കത്തിച്ചിടുക എന്നുള്ളത് ഒരു സൂത്രവിദ്യയാണ്. പക്ഷേ ആ ഒരു സൂത്രവിദ്യ ഫലം ചെയ്യുക നേരെ തല തിരിച്ചിട്ടാണ്. കള്ളന്മാർക്ക് എളുപ്പത്തിൽ പകൽ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഈ വീട്ടിൽ ആളില്ല എന്നുള്ളത്. ഇങ്ങനെ പകൽ സമയത്ത് ബൾബ് ഓണാക്കി കിടന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൂടുതലും കുടുംബസമേതം പ്രവാസ ലോകത്തുള്ള കൂട്ടുകാരാണ് ഈ ഒരു സൂത്രവിദ്യ പരീക്ഷിക്കാറ്, ഇതുപോലെ ലൈറ്റ് ഓണാക്കിയിടുക എന്നുള്ളത്. പകൽ സമയങ്ങളിൽ സൈറ്റ് വിസിറ്റിന് ഇറങ്ങുന്ന കള്ളന്മാർ ഇതിങ്ങനെ ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ടാൽ ഏകദേശമൊക്കെ മനസ്സിലാക്കിയെടുക്കും നിങ്ങളുടെ വീട്ടിൽ ആളില്ല എന്നുള്ളത്. അപ്പോൾ അവർ രാത്രി സമയത്ത് വന്നിട്ട് നല്ല അന്തസ്സായിട്ട് കട്ടിട്ട് പോകും. പിന്നെ പകൽ സമയങ്ങളിലും ഇതുപോലെ 4-5 ബൾബുകളൊക്കെ കത്തിക്കിടുന്നു കഴിഞ്ഞാൽ 24 ഹവേഴ്സ് കത്തിക്കിടുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കറണ്ട് ചാർജ് വരും. അപ്പോൾ കറണ്ട് ബില്ല് വരുമ്പോൾ ഇതുപോലെ വായ പൊളിച്ച് നിൽക്കേണ്ടി വരികയും ചെയ്യും. ഇവിടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഉപകാരം ഇരിക്കുന്നത്. ഇതൊരു ലൈറ്റ് സെൻസർ സ്വിച്ചാണ്. പകൽ സമയത്ത് വെളിച്ചമുള്ള സമയത്ത് ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ലോഡ്, അത് ബൾബോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഡിവൈസ് ഓഫായി കിടക്കുകയും നൈറ്റ് ആകുമ്പോൾ വെളിച്ചം പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓണാവുകയും ചെയ്യുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് സെൻസർ സ്വിച്ചാണിത്. ഇതിൻ്റെ കൂടെ വരുന്ന യൂസർ മാനുവലിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു സെൻസർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബൾബിലെ പ്രകാശം ഈ ഒരു സെൻസറിൽ തട്ടാത്ത രീതിയിൽ, ഹൈഡ് ചെയ്ത രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ എന്നുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് 4 വയറുകളാണ് വരുന്നത്. 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും. കംപ്ലീറ്റ്ലി വെതർ പ്രൂഫാണ്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം അകത്തേക്ക് കടത്തിക്കില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ചൈനീസ് മേക്ക് പ്രൊഡക്റ്റുകളും നമുക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് വാങ്ങാൻ കിട്ടുന്നതാണ്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം. ഇവരെ യൂസർ മാനുവലിൽ പറയുന്ന പ്രകാരം 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടാണുള്ളത്. ഇൻപുട്ട് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ്, ന്യൂട്രലും ഫേസും കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട് റെഡ് ആൻഡ് ഗ്രീൻ ആണ്. അതിലാണ് നമ്മൾ ബൾബ്, അതായത് നമ്മൾ എന്താണ് ഡിവൈസ് കണക്ട് ചെയ്യുന്നത്, ആ ഒരു ഡിവൈസ് നമ്മൾ ഇതിലാണ് കണക്ട് ചെയ്യേണ്ടത്, റെഡ് ആൻഡ് ഗ്രീൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഡെമോ കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വയർ എടുത്തിട്ടുണ്ട്. 2 വയർസ്, ഒരു ന്യൂട്രൽ ഫേസ് എന്നുള്ള കാണിക്കുന്ന രീതിയിൽ ബ്ലാക്ക് ആൻഡ് റെഡ് വയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ ഇതിലെ ഇൻപുട്ടിലേക്ക് കൊടുക്കാം. ഇൻപുട്ടിൽ അവർ പറഞ്ഞ പ്രകാരം നമ്മുടെ ന്യൂട്രൽ ബ്ലാക്കും ഫേസ് വരുന്നത് ബ്ലൂ ആയിരുന്നു. അപ്പോൾ അതെന്തെല്ലാം അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഫേസ് ന്യൂട്രൽ നമ്മൾ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് അടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് വയർ ഞാൻ കൊടുത്തു ഇൻപുട്ടിൽ. ഇനി നമ്മൾ ഔട്ട്പുട്ടായിട്ടുള്ള റെഡ് ആൻഡ് ഗ്രീനിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണത്, ഒരു ബൾബ് ജസ്റ്റ് കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഒരു യൂസർ മാനുവൽ നോക്കി തന്നെ മനസ്സിലാവും നമ്മൾ ഇനി എന്ത് കൊടുക്കേണ്ടത് ഏതാണ്. റെഡ് ആൻഡ് ഗ്രീനാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ആ ഒരു യൂസർ മാനുവലിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതേ കളർ നമ്മളിവിടെ ഒബേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ബൾബ് ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടി കണക്ട് ചെയ്തിട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഡയഗ്രത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ നമ്മൾ 4 വയറുകൾ, 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ന്യൂട്രൽ ഫേസിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കറണ്ട് കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഞാൻ ഈ കാട്ടി കൂട്ടണമെന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ അതേപോലെ അനുകരിക്കാൻ നിൽക്കരുത്. അതിൻ്റെ വേണ്ടിയുള്ള എല്ലാ സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ചെയ്യുക. അവസാനം ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്ത് അതുപോലെ കണ്ടിട്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് അവസാനം ഷോക്ക് അടിച്ച് പല്ലടിച്ചിരുന്നിട്ട് എന്നോട് പറയരുത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സേഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കറണ്ട്, തീ, വെള്ളം, ഇത് 3 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ ന്യൂട്രൽ ഫേസ് കണക്ട് ചെയ്ത് ജസ്റ്റ് ഇത് ഇർട്ടാക്കിയാൽ മതി. നമ്മളിപ്പോൾ നൈറ്റ് ആക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, കത്തുന്നില്ല. സ്വിച്ച് ഇടാം. കത്തുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം കത്താത്തത്? ഒന്നുകൂടി നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വയർ ഡയറക്റ്റ് കൊടുക്കാൻ പ്ലഗിനകത്തേക്ക് കറക്റ്റ് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെത്തിയിട്ട് വയർ ചെത്തിയെടുത്തേക്കാണ്. അടുത്ത സോക്കറ്റ് ചെക്ക് ചെയ്യാം നമുക്ക്. ഇതൊന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. സെൻസർ ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, കത്തി. അപ്പോൾ എവിടെയായിരുന്നു പ്രശ്നം? പ്ലഗിൻ്റെ പ്രശ്നമായിരുന്നു. ഓക്കെ, കത്തി. ഇനി നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഓഫ് ആവണം അല്ലേ? നോക്കാം.
ഓഫായി. കുറച്ച് സമയം ഡിലേ എടുക്കും, കാരണം ഇത് റിലേ കൺട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഓഫ്. അതുകൊണ്ട് ഈ റിലേ ആയതുകൊണ്ട് നമുക്ക് LED ബൾബും അതുപോലെ ഏത് ഡിവൈസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതിനൊരു ആംബിയർ കണക്ക് ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, 10 ആംബിയർ ആണെന്ന് തോന്നുന്നു. അതുവരെയുള്ള ലോഡ് നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ആൾ വർക്കിംഗ് ആണ്, കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ലൈറ്റ് കൺട്രോൾ സെൻസർ സ്വിച്ചിനെ കുറിച്ചിട്ടാണ്. ഇത് നിങ്ങളുടെ പരിസരത്തുള്ള ഇലക്ട്രിക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 320 രൂപയ്ക്ക് താഴെയാണ് ഇതിന് വില വരുന്നത്. ഏകദേശം 330 താഴെ, 350 താഴെ പ്രതീക്ഷിക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ പരിസരത്ത് വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു നോർമൽ റേറ്റിന് തരാം. പിന്നെ കൊറിയർ ചാർജ് കേരളത്തിൽ എവിടെ ഡെലിവറി ഉണ്ട്. കൊറിയർ ചാർജ് നിങ്ങൾ അത് പ്ലസ് ചെയ്യേണ്ടി വരും. ഓക്കെ, 50 രൂപ 60 രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. ഷാജി ആറ്റുപുഴ.